ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യകാല നാണയങ്ങൾ എങ്ങനെയായിരുന്നുവെന്നും പുരാതന വ്യാപാര പാതകൾ ഏതൊക്കെയായിരുന്നുവെന്നും ഗ്രീസിലെ നഗരരാജ്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുമാണ്. വളരെ ലളിതമായി ഈ ക്ലാസ്സിലൂടെ നമുക്കത് ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളെ മുദ്രാങ്കിത നാണയങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇംഗ്ലീഷിൽ ഇവയെ പഞ്ച്ഡ് മാർക്ക് കോയിൻസ് എന്നും വിളിച്ചിരുന്നു. ഇന്നത്തെ പോലെ വൃത്താകൃതിയിലുള്ള മനോഹരമായ നാണയങ്ങളായിരുന്നില്ല അവ. മറിച്ച് വിവിധ ആകൃതിയിൽ വെള്ളിയിലും ചെമ്പിലുമാണ് ഇവ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള നാണയങ്ങൾ ഉപയോഗിച്ചതിലൂടെ വ്യാപാരം കൂടുതൽ എളുപ്പമായി എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പുരാതന ഇന്ത്യയിലെ പ്രധാന വ്യാപാര പാതകളാണിവ. അക്കാലത്ത് റോഡുകളും റെയിൽവേയും ഇല്ലായിരുന്നു. എന്നിരുന്നാലും ആളുകൾ ദീർഘനേരം സഞ്ചരിച്ചാണ് വ്യാപാരം നടത്തിയിരുന്നത്. അതുപോലെ കരവഴിയും കടൽ വഴിയും എന്ത് നടന്നിട്ടുണ്ടായിരുന്നു? വ്യാപാരം നടന്നിട്ടുണ്ടായിരുന്നു. ഭൂപടത്തിൽ കാണുന്ന പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് ഉജ്ജയിനി, പാടലീപുത്ര, ഭോജ്, താമ്രലിപ്തി, സുവർണഗിരി എന്നിവ. പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഉജ്ജയിനി, പാടലീപുത്ര, ഭോജ്, താമ്രലിപ്തി, സുവർണഗിരി. ഈ നഗരങ്ങൾ തമ്മിൽ വ്യാപാര പാതകൾ ബന്ധിപ്പിച്ചിരുന്നു. ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹം എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട വസ്തുക്കൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ധാന്യങ്ങളും തുണിത്തരങ്ങളും ലോഹങ്ങളും തുടങ്ങിയവ. അക്കാലത്ത് പുസ്തകങ്ങളിൽ കാണാൻ കഴിയുന്ന പദങ്ങളാണ് സേത്ത്, സാത്തവാഹകർ എന്ന് പറയുന്നത്. ഈ പദങ്ങളെ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? സേത്ത്, സാത്തവാഹകർ എന്ന് പറയുന്നത് കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി യൂറോപ്പിലെ ഒരു പ്രധാന സംസ്കാരമായ ഗ്രീസിലേക്ക് പോകാം. ഇന്നത്തെ പോലെ ഒരൊറ്റ രാജ്യമല്ലായിരുന്നു ഗ്രീസ്. പല ചെറിയ രാജ്യങ്ങളുടെയും കൂട്ടമായിരുന്നു ഗ്രീസ് എന്ന് പറയുന്നത്. ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നിരുന്നു. അവയെയാണ് നഗരരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. നഗരരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഗ്രാമങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇരിക്കുന്നവയാണ്. കൂടാതെ ഒരു നഗരരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു. കൂടാതെ കുന്നുകളും പർവ്വതങ്ങളും നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകി. എന്തൊക്കെയാണ്? കുന്നുകളും പർവ്വതങ്ങളും നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകിപ്പോന്നു. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. കൂടാതെ ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. തലസ്ഥാനം എവിടെയായിരുന്നു കണ്ടിരുന്നത്? ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം ഉണ്ടായിരുന്നത്. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് തുടങ്ങിയവ. ഗ്രീസിലെ ഈ 4 പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഗ്രീസിലെ ഏറ്റവും കിഴക്കേ ഭാഗത്ത് രൂപം കൊണ്ട നഗരരാഷ്ട്രമാണ് ഏഥൻസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നഗരരാഷ്ട്രമാണ് ഏഥൻസ് എന്ന് പറയുന്നത്. ഇനി ഏഥൻസിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. ഏഥൻസ് ജനാധിപത്യത്തിന് പ്രശസ്തമായിരുന്നു. ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാവാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏഥൻസിൽ. അതേസമയം സ്പാർട്ടയിലാണെങ്കിൽ സൈനിക ശക്തിക്കായിരുന്നു പ്രാധാന്യം നൽകിപ്പോന്നിരുന്നത്. കൂടാതെ അടിമകൾ അല്ലാതെ 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു. ഈ പൗരന്മാർ ഉൾപ്പെട്ട സമിതിയായിരുന്നു പ്രധാന കാര്യങ്ങൾ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. പ്രധാന കാര്യങ്ങൾ തീരുമാനം കൈക്കൊള്ളുന്നതിനായി വർഷത്തിൽ 4 തവണ ഇവർ യോഗം ചേർന്നിരുന്നു. കൂടാതെ സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ തുടങ്ങിയവരെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല. ഇവർക്ക് 30 വയസ്സ് തികഞ്ഞാലും ഇവരെ എന്തായി കണക്കാക്കിയിരുന്നില്ല? പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് BC 6-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രധാന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു. BC 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചരിത്രത്തിലെ തന്നെ സുപ്രധാന മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നു. ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അക്കാലത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭൗതിക ജീവിതത്തിലെ മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്തും ചിന്താമണ്ഡലത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അക്കാലത്ത് പുത്തൻ ആശയങ്ങൾ രൂപം കൊണ്ടത്. ഇവ പിൽക്കാലത്ത് മാനവചരിത്രത്തെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്.